അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വെൽക്കം ടു എജു തൻസീൽ തിയോളജിക്കൽ ഈ സ്കൂൾ. എജു തൻസീലിൻ്റെ എഹ്സാൻ ഗ്രാനിക്സിൻ്റെ സീസൺ 2 ഏവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും 5 നേരം നിസ്കാരത്തിന് ടൈം ബാങ്ക് വിളി കേൾക്കലില്ലേ? ആ ബാങ്കിൻ്റെ ഉറവിടം എവിടെ നിന്നാണ്, ആരാണ് ആ ബാങ്ക് വിളിച്ചത് എന്നതിനെക്കുറിച്ചാണ് നാം ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ലാതെ എനിക്ക് ബാങ്ക് കൊടുക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാട് വിട്ട, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ട് തിരിച്ച് മദീനയിലേക്ക് വന്ന് ബാങ്ക് വിളിച്ചുകൊണ്ട് ജനങ്ങളെയെല്ലാം കരയിപ്പിച്ച ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഇരുളടഞ്ഞ മക്കയുടെ തെരുവുകളിൽ മനുഷ്യനെ അടിമയാക്കി വെച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. അക്കാലത്താണ് സത്യപ്രകാശത്തിൻ്റെ ദീപവുമായി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നത്. വെറും ആചാരങ്ങൾക്കപ്പുറം മനുഷ്യ സമത്വത്തിൻ്റെയും ഏകദൈവ വിശ്വാസത്തിൻ്റെയും സന്ദേശം ആ സമൂഹത്തിന് വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ഈ മാറ്റം സൃഷ്ടിച്ചതിൽ ഏറ്റവും കൂടുതൽ പ്രതീകമായ ഒരു വ്യക്തിയാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. തൻ്റെ കറുത്ത നിറമോ തൻ്റെ അടിമത്തമോ അള്ളാഹുവിലേക്കുള്ള വഴിയിൽ തടസ്സമായില്ല. ഇസ്ലാമിലെ ആദ്യത്തെ മുഅദ്ദിൻ എന്ന പദവി അദ്ദേഹത്തിന് എങ്ങനെ ഉയർന്നു വന്നു എന്നുള്ളത് എല്ലാ വിശ്വാസിക്കും ഒരു വലിയ പാഠമാണ്. ഈ ഒരു ചരിത്ര മഹാസംഭവമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ജനിച്ചത് മക്കയിലായിരുന്നു. എത്യോപ്യ വംശജനായ ഹമാമ റബ എന്ന ദമ്പതികളുടെ പുത്രനായിരുന്നു. അക്കാലത്തെ സാമൂഹിക വ്യവസ്ഥതയിൽ അടിമയായിരുന്ന ബിലാൽ മക്കയിലെ പ്രമുഖനും ക്രൂരനുമായ ഉമയ്യത്ത് ബിൻ ഖലഫിൻ്റെ കീഴിലായിരുന്നു. ശക്തമായ ശരീരപ്രകൃതിയും ആരെയും ആകർഷിച്ചുകൊണ്ടുള്ള ഗാംഭീര്യമുള്ള ശബ്ദവും ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകതയായിരുന്നു. പക്ഷേ അടിമത്തത്തിൻ്റെ ചങ്ങലക്കെട്ടുകളിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകളും സ്വപ്നങ്ങളും തളച്ചിട്ടിരുന്നു. എങ്കിലും ആ ഹൃദയത്തിൽ സത്യത്തിനു വേണ്ടിയുള്ളൊരു അന്വേഷണം എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഉമയ്യത്ത് പ്രവാചകനെ ഇല്ലാതാക്കാൻ ഉള്ള രാത്രി ചർച്ചകളിൽ നിന്നാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഇസ്ലാം മതത്തെയും കുറിച്ച് കേൾക്കുന്നത്. വർണ്ണവിവേചനമില്ലാത്ത ആ മതത്തിലേക്ക് പിന്നീട് അങ്ങോട്ട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ആകർഷിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരിക്കൽ രാത്രിയുടെ മറവിൽ ഒരു ചാക്ക് കൊണ്ട് മൂടി പുതച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ചെല്ലുകയായിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തു നിന്ന് ഇസ്ലാം മതം സ്വീകരിക്കുകയായിരുന്നു മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറയുന്നുണ്ട്, നബിയെ, എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ച അന്നു മുതൽ ഒരാളും എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടില്ല എന്ന് സങ്കടകരമായി പറഞ്ഞുകൊണ്ട് അന്ന് ഇസ്ലാം മതം സ്വീകരിക്കുകയും. എന്നാൽ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു തൻ്റെ യജമാനിൽ നിന്നും തൻ്റെ ഇസ്ലാം മതം സ്വീകരിച്ച വിവരം മറച്ചു വെച്ചിരുന്നില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ച വാർത്തയറിഞ്ഞു ഉമയ്യത്ത് ബിൻ ഖലഫ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. തൻ്റെ അടിമ താൻ വെറുക്കുന്ന മതം സ്വീകരിച്ചെന്ന് അറിഞ്ഞിട്ട് ഉമയ്യത്തിന് സഹിക്കാനായില്ല. ബിലാലിനെ ആ മതത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന് കരുതിക്കൊണ്ട് ക്രൂരമായ വിധിയായിരുന്നു പിന്നീട് അങ്ങോട്ട് നടന്നത്. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ വിവസ്ത്രനാക്കി നിരന്തരമായ ചാട്ടാവറടി, ശരീരത്തിൽ ചുട്ടുപഴുത്ത ഇരുമ്പ് പടയങ്കി അണിയിക്കൽ, ശ്വാസം മുട്ടുന്ന രീതിയിലുള്ള വലിയൊരു പാറക്കല്ല് തൻ്റെ നെഞ്ചത്ത് വെക്കുകയായിരുന്നു. എന്നിട്ട് ഉമയ്യത്ത് പറയുകയാണ്, ലാത്തയെയും ഉസയെയും ആരാധിക്കൂ, അല്ലെങ്കിൽ നീ ഇവിടെ കിടന്ന് മരിക്കുമെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ നാവിൽ നിന്ന് ഒരു വാക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. അഹദ് അഹദ്, ഏകൻ എന്നുള്ള വാക്ക് മാത്രമായിരുന്നു വന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ പീഡനങ്ങൾ കൂടുമ്പോൾ അദ്ദേഹത്തിന് ഈമാൻ വർദ്ധിച്ചു കൊണ്ടേയിരുന്നു. അള്ളാഹു ഏകനാണെന്നും അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നും ഉറക്കെ പ്രഖ്യാപിക്കുകയായിരുന്നു. സത്യം ഹൃദയത്തിൽ ഉറച്ചാൽ മറ്റൊരു ശക്തിക്കും അതിനെ തകർക്കാൻ കഴിയില്ലെന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു അവിടെ തെളിയിക്കുകയായിരുന്നു. അറബിക്കടലിലെ തിരമാലകൾ പോലെ മക്ക തെരുവുകളിൽ ആ ശബ്ദം മുഴങ്ങിക്കേൾക്കുകയായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു പീഡിപ്പിക്കപ്പെടുന്നത് കണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹിക്കാനായില്ല. അങ്ങനെ ഉമയ്യത്തിന്റെ അടുത്ത് ചെന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിലക്ക് ചോദിക്കുകയായിരുന്നു.
അങ്ങനെ കൂടുതൽ വില കൊടുത്ത് അബൂബക്കർ റളിയല്ലാഹു ബിലാൽ റളിയല്ലാഹുവിനെ സ്വതന്ത്രനാക്കി. അപ്പോൾ ഉമയ്യ അബൂബക്കർ റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അബൂബക്കർ, നീ 1 ദിർഹമാണ് തന്നതെങ്കിലും ഞാൻ നിനക്ക് ബിലാലിനെ തരുമായിരുന്നു, അത്രക്കും വിലയില്ലാത്തവനാണെന്ന്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്, ഉമയ്യ, നീ 100 ദീനാർ ചോദിച്ചിരുന്നെങ്കിലും ഞാൻ അതും നൽകുമായിരുന്നു, ഇസ്ലാമിൽ അത്രത്തോളം വിലയുണ്ട് ബിലാലിന്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു ബിലാൽ റളിയല്ലാഹുവിനെ സ്വതന്ത്രനാക്കി. പിന്നീട് ഉമർ റളിയല്ലാഹു ബിലാൽ റളിയല്ലാഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്, നമ്മുടെ നേതാവായ അബൂബക്കർ റളിയല്ലാഹു മറ്റൊരു നേതാവിനും കൂടി സ്വതന്ത്രനാക്കിയിരുന്നു, അത് ബിലാൽ റളിയല്ലാഹുവിനെ കുറിച്ചായിരുന്നു. ഇസ്ലാം നൽകിയ മഹത്തായ സമത്വത്തിന്റെ ഒരു തെളിവാണ് ഇവിടെ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തന്റെ അനുയായികൾ ഹിജ്റ പോയതിനു ശേഷം മുസ്ലിങ്ങൾക്ക് നിസ്കാരത്തിനായി ഒരു വിളി ആവശ്യമായിരുന്നു. മണി അടിക്കണോ കാഹളം മുഴക്കണോ എന്ന ചർച്ച നടക്കുന്നതിടയിലാണ് അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹുവിനും ഉമർ റളിയല്ലാഹുവിനും സ്വപ്നത്തിലൂടെ ബാങ്കിന്റെ വരികൾ ലഭിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് ബിലാൽ റളിയല്ലാഹുവിനെ നിശ്ചയിക്കുകയായിരുന്നു ആ ബാങ്ക് വിളി മുഴക്കാൻ. അദ്ദേഹത്തിന്റെ മനോഹരവും ഗാംഭീര്യമുള്ള ശബ്ദവും പിന്നീട് അങ്ങോട്ട് മദീന ആകാശങ്ങളിൽ മുഴങ്ങിക്കേട്ടു. അങ്ങനെ മക്ക വിജയ ദിവസം വന്നെത്തി. കഅബയിലെ വിഗ്രഹങ്ങൾ തകർത്ത ശേഷം പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ റളിയല്ലാഹുവിനോട് കഅബയുടെ മുകളിൽ കയറി ബാങ്ക് വിളിക്കാൻ കൽപ്പിക്കുകയായിരുന്നു. കഴുത്തിൽ കയറുകെട്ടി വലിച്ചയക്കപ്പെട്ട അതേ മക്കയുടെ തെരുവുകളിലേക്ക് വീണ്ടും കടന്നു വരികയാണ് ബിലാൽ റളിയല്ലാഹു. കഅബയുടെ മുകളിൽ നിന്നുകൊണ്ട് ബിലാൽ റളിയല്ലാഹു വിജയനാദം മുഴങ്ങി. വംശീയത ഇസ്ലാം പൂർണ്ണമായും തുടച്ചു നീക്കിയ ചരിത്ര മുഹൂർത്തമായിരുന്നു പിന്നീട് അവിടെ നമ്മൾ കണ്ടത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് അറിഞ്ഞു. അങ്ങനെ ആ താങ്ങാനാവാത്ത ദിവസം വന്നെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണവാർത്ത അറിഞ്ഞ് ബിലാൽ റളിയല്ലാഹു ആകെ പൊട്ടിക്കരയുകയായിരുന്നു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ ദിവസം ബാങ്ക് വിളിക്കാൻ കയറിയപ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്നത് മുമ്പേ തന്നെ ബോധരഹിതനായി വീണു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലാത്ത മദീനയിൽ ഇനി ഞാനുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹുവിന്റെ സമ്മതത്തോടെ ബിലാൽ റളിയല്ലാഹു സിറിയയിലേക്ക് നാടുവിടുകയായിരുന്നു. ഇസ്ലാമിലെ ഏറ്റവും പുണ്യമേറിയ 3 പള്ളികളിലും ആദ്യമായി ബാങ്ക് വിളിച്ചതിന്റെ ചരിത്ര നിയോഗം അള്ളാഹു നൽകിയത് അന്ന് അടിമ എന്ന് പറഞ്ഞു ഇബ്നു സൗദ എന്ന് വിളിക്കപ്പെട്ട ബിലാൽ റളിയല്ലാഹുവിനായിരുന്നു ആ നിയോഗം കിട്ടിയത്. കഅബയിലും മദീനയിലും ബൈത്തുൽ മുഖദ്ദസിലും ആ മനോഹരമായ ആ ഗാംഭീര്യത്തോടു കൂടിയുള്ള ആ ശബ്ദത്തോട് ബാങ്ക് വിളിച്ചത് ബിലാൽ റളിയല്ലാഹുവിനാണ്. പിന്നീട് നീണ്ട കാലത്തിന് ശേഷം സിറിയയിൽ നിന്ന് മദീനയിലേക്ക് തിരിച്ചു വരികയായിരുന്നു. ഒരിക്കൽ നബിയെ സ്വപ്നം കണ്ട് മദീനയിൽ തിരിച്ചെത്തിയ ബിലാൽ റളിയല്ലാഹു ഹസൻ റളിയല്ലാഹുവിന്റെയും നിർബന്ധത്താൽ അവസാനമായി ബാങ്ക് വിളിച്ചു. ആ ശബ്ദം കേട്ടു വന്ന ഒന്നടങ്കം ജനങ്ങൾ പ്രവാചകനെ ഓർത്ത് പൊട്ടിക്കരയുകയായിരുന്നു മദീന പട്ടണത്തിൽ. അങ്ങനെ ബിലാൽ റളിയല്ലാഹുവിന്റെ വഫാത്ത് സിറിയയിൽ മരണക്കിടക്കയിൽ വെച്ച് ബിലാൽ റളിയല്ലാഹു തൻ്റെ ഭാര്യയോട് പറയുന്നുണ്ട്, നീ കരയരുത്, ഞാൻ എൻ്റെ പ്രവാചകന്റെയും കൂട്ടുകാരുടെയും അടുത്തേക്ക് പോവുകയാണെന്ന്. ഒരു വലിയ പ്രവാചക സ്നേഹിയുടെ സന്തോഷകരമായ വിടവാങ്ങലായിരുന്നു അവിടെ കണ്ടത്. ബിലാൽ റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ നമുക്ക് തന്നെ പഠിക്കാൻ പറ്റിയ കുറെ പാഠങ്ങളുണ്ട്. സത്യത്തിനു വേണ്ടി ഏത് പ്രതിസന്ധിയും നേരിടുക എന്നുള്ളതാണ്. നിറത്തിലോ പണത്തിലോ അല്ല, ദൈവഭക്തിയിലാണ് മഹത്വം എന്നുള്ളതും നമുക്ക് കാണിച്ചു തന്നൊരു മഹാനായ വ്യക്തിയാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു. അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസവും ബിലാൽ റളിയല്ലാഹു അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുകയും അള്ളാഹുവിനെ അത്രത്തോളം ആരാധിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.